അതേ ചോദ്യത്തിന്റെ വേറെ സ്വഭാവമാണ്. തൂക്കി തോൽപ്പിക്കാൻ നോക്കണത് അറിയില്ല, അത് അന്വേഷിക്കണം. നമുക്കിത് അറിയില്ല, നമുക്കിത് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് എല്ലാ ദിവസവും കേൾക്കുന്നത്. ഞാനിപ്പോൾ ഈ പടത്തിന്റെ പ്രൊമോഷന്റെ ഇടയിൽ കയറി വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഇതിനൊരു ആധികാരികമായിട്ട് ഉത്തരം പറയാനുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക ഇത് പ്ലാൻഡ് പരിപാടിയാണോ സംഭവമാണോ എന്ന്? കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ ആരും കേൾക്കാത്ത മനോരാജ്യം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും? നിങ്ങളുടെ ഹേമ കമ്മിറ്റി കാരണം പടം പോലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് തുറന്ന ഹേമ കമ്മിറ്റിയാണ്, കൊടുക്കുന്ന ഇന്റർവ്യൂ പോലും നാട്ടുകാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? പ്രൊഡ്യൂസറെ എങ്ങനെ സേഫ് ആക്കും നോക്കുന്ന സമയത്ത് ഈ സാധനം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ എനിക്കിത് ആധികാരികമായിട്ട് പറയാറില്ല. എനിക്കിതിനകത്ത് ഞാൻ കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള കുറേ ന്യൂസ് ചാനൽസുകളാണ്. അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, പിന്നെ എൻ്റെ സഹപാഠികൾ കൊടുത്ത കുറേ പത്രസമ്മേളനങ്ങളും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ കൊടുത്ത കുറച്ച് പത്രസമ്മേളനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയ എൻ്റെ പരിമിതമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇത് ലീഗലായിട്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റം അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട പരിപാടിയാണ്. അതായത് നമ്മളെ പോലെ പ്ലീസ് എന്നെ പോലെ ഒരാൾ ഇരുന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും അല്ല ചെയ്യേണ്ടത്. സിസ്റ്റം ഷുഡ് ഇന്റർഫിയർ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ. ഇനിയിപ്പോൾ SIT വരുമ്പോൾ എത്രയാണെന്ന് അറിയില്ല. ഈ ഒരു അന്വേഷണത്തിനൊക്കെ ഇത്രയൊക്കെ ചിലവ് വരുമെന്ന് തോന്നുന്നു. അല്ല, അതിന്റെ ചെലവിന്റെ കാര്യം എങ്ങനെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അല്ല, ശരി തെറ്റല്ല. ഇത് ഇത്രയും നിങ്ങളിപ്പോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാവം മനോരാജ്യം പടം പ്രൊമോട്ട് ചെയ്യാൻ വന്ന എന്നെ വരെ നിങ്ങളിങ്ങനെ എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ചോദിപ്പിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സംസാര വിഷയമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അല്ല, അത് മാത്രമല്ല, ഞാനതാ പറഞ്ഞത്, ഞാൻ ഈ വല്ലപ്പോഴും മലയാളത്തിൽ വന്നിട്ട് കഴിഞ്ഞ 6 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം വന്നിട്ട് ഒരു പടം ചെയ്യുന്ന എന്നെ വരെ നിങ്ങൾ ഇങ്ങനെ വെച്ച് ചോദിക്കണമെങ്കിൽ ഇതിനൊരു റെലവൻസ് ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സൊല്യൂഷൻ വേണ്ട. ഇതിനാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥിതി. ഇപ്പൊ നമ്മൾ കാശ് ചെലവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് അസുഖം വന്നാൽ അല്ല, അതെനിക്കറിയില്ല. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുക? എനിക്ക് ലീഗൽ സിസ്റ്റത്തിന്റെ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവായി ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. കാരണം ഇതിന്റെ കൂടെ ഞാൻ പ്രൊഡ്യൂസറിനോടൊപ്പം കട്ടക്ക് നിന്നാണ്. എവിടെയൊക്കെ എന്തൊക്കെ ചിലവുണ്ട് ചോദിച്ചാൽ എനിക്കറിയാം. മറ്റേത് എൻ്റെ സിസ്റ്റം അല്ലല്ലോ. ഒരു ലീഗൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പ്രൊഫഷണൽ ചിലവ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ കാലങ്ങളായിട്ട് സിനിമയിലാണ്, അല്ലെങ്കിൽ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര ചിലവാണ്ട്, മലയാളത്തിൽ എത്ര ചിലവാണ്ട് ചോദിച്ചാൽ ഞാൻ പറയാറില്ല. കാരണം ഇത് എൻ്റെ ഫീൽഡാണ്. ഒരു കുറ്റ അന്വേഷിക്കാൻ എത്ര ചിലവാണ്ട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞ അല്ല, കോമൺ അതാ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു അഭിപ്രായം വേണമെങ്കിൽ അഭിപ്രായം പറയാം. ആ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ ഒരു തലക്കെട്ടുണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ കാര്യം. എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണയില്ല പോയി. കാരണം ഞാൻ ലോ അല്ല പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പ്രതികരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പല ആൾക്കാരും നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പല മെമ്പേഴ്സ് പലരും പല രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ പ്രതികരണം എന്നുള്ളത് മാത്രമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ സ്വാഭാവികമായിട്ടും അവരെന്ന് പറയാൻ പറ്റില്ല. ഞാനും അമ്മ മെമ്പർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അമ്മയെ അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷന് നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് തന്നെ അതിനകത്ത് റെസ്പോൺസ് വേണം. അത് വിചാരിച്ചിട്ട് ഇത് GP പറഞ്ഞു എന്ന് പറഞ്ഞ് തലക്കെട്ടിടരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വല്ലപ്പോഴും നിങ്ങൾ ചോദിച്ചോണ്ട് ഇത്രയും നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് പണി തരരുത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും ചർച്ചകൾ നിൽക്കരുത്. ഇപ്പം അമ്മ പ്രതികരിച്ചു, അവർ പ്രതികരിച്ചു, അങ്ങനെയല്ല. അമ്മയിൽ തന്നെ പല ആൾക്കാരോടും അവർക്കെതിരെ ആരോപണം വന്നിട്ടുള്ളത്. അവരല്ല ഇത് പറയേണ്ടത്. ഇനി ഇത് ലീഗൽ സിസ്റ്റമാണ് പറയേണ്ടത്. ഇതിൽ നിന്ന് ഔട്ട്സൈഡേഴ്സാണ്. ലൈക്ക് ഡെഫിനറ്റ്ലി ഇതിനെ ഇവിടുത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമല്ല ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലാതെ ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണോ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ലല്ലോ. അതും ആ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെ നിങ്ങളെന്നെ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരോപണങ്ങൾ. അങ്ങനെയാണോ അത് ഡീൽ ചെയ്യേണ്ടത്? ഇതൊരു സിസ്റ്റം കയറി വന്ന് അവരോട് പറയേണ്ട മൊഴികളല്ലേ? അവരല്ലേ ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ മക്കളെ, നിങ്ങൾ തന്നെ പറഞ്ഞു, നമുക്ക് എന്താ സൊല്യൂഷൻ? നിങ്ങളുടെ അതേ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താ സൊല്യൂഷൻ? ഒന്നുമില്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിനെ കുറിച്ച് ഒരാഴ്ച ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ന്യൂസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയില് എന്താ തോന്നുന്നു? അല്ല, എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പരിപാടിയുടെ ഇടയിൽ, പടം പ്രൊമോട്ട് ചെയ്യുന്ന ഇടയിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കുള്ള ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഇത്രയും റെസ്പോൺസ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? പിന്നെ എന്നെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ ഞാൻ ഇതൊരു മറുപടി? ഓക്കെ, താങ്ക് യു.